നമസ്കാരം. മലയാള വാർത്തയിലേക്ക് സ്വാഗതം. തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് അപരിചിതനെ മദ്യപാനി എന്ന് കരുതി യാത്രക്കാരും നാട്ടുകാരും തിരിഞ്ഞു നോക്കാത്ത സന്ദർഭത്തിൽ അവസരോചിതമായി ഇടപെട്ട് അയാളുടെ ജീവൻ രക്ഷിച്ച് തലശ്ശേരി ഹെൽത്ത് ഇൻസ്പെക്ടർ അനിൽകുമാറിനെയും കൂടെ ഇടപെട്ട വ്യാപാരി വ്യവസായ സമിതി അംഗങ്ങളെയും ആദരിച്ചു. പിന്നെ ഒരു അപരിചിതൻ തലശ്ശേരി വന്ന ഒരാൾ, അയാൾ പെട്ടെന്ന് തലയിച്ച് വീണ് അയാൾ വീണ് കിടക്കുമ്പോൾ പൊതുവെ സാധാരണക്കാരായ എല്ലാവരും നമ്മുടെ നാട്ടുകാരനെ ചെയ്യുന്ന പോലെ ഒന്നിങ്ങനെ നോക്കി തിരിച്ചു. കാരണം അയാളൊരു മദ്യപിച്ച് വീണതാണെന്നാണ് പൊതുവെ ഒരു ധാരണയില്ല. നമ്മളെല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞു, മാഹിയിൽ പോയാൽ ആരും മാഹി പോയി തലയിച്ച് വീർന്ന് ഞാൻ സ്ഥിരമായി പറയുന്ന വാക്കാണ്. കാരണം ആളെ വീണിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞ പോലെ ആൾ മദ്യപിച്ച് കണ്ടുപിടിച്ച് വീണതാണ്. നല്ല ബോധമില്ല, നല്ല ആളുകൾ, നല്ല ഉപ്പായം കിട്ടിക്കല്ലോ, ഇതിനെന്തിനാ ഇങ്ങനെ വേണ്ടാത്ത പണിയെടുത്തെന്നുള്ള ചോദിച്ചിട്ട് ആളെ പോകും, അവിടുന്ന് മെഡിക്കൽ രക്ഷപ്പെടും. അപ്പോൾ അതേപോലെ പുതിയ അവസ്ഥയിൽ ഒരാൾ വീണപ്പോൾ HI സാറും നമ്മുടെ വ്യാപാരി സമിതിൻ്റെ നിറസാന്നിധ്യമായ പുതിയ അവസ്ഥയിലെ കച്ചവടക്കാരെ ചോട്ടെന്ന് വിളിക്കുന്ന ഷംസീറും റാഫിയും അദ്ദേഹത്തിൻ്റെ ഈ HI സാർ അനിൽ സാറിന് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് അപരിചിതനെ മദ്യപാനി എന്ന് കരുതി യാത്രക്കാരും നാട്ടുകാരും തിരിഞ്ഞു നോക്കാതിരുന്ന സന്ദർഭത്തിൽ അവസരോചിതമായി ഇടപെട്ട് അയാളുടെ ജീവൻ രക്ഷിച്ച് തലശ്ശേരി ഹെൽത്ത് ഇൻസ്പെക്ടർ അനിൽകുമാറിന്റെയും കൂടെ ഇടപെട്ട വ്യാപാരി വ്യവസായ സമിതി അംഗങ്ങളായ ഷംസീർ, റാഫി എന്നിവരെയും തലശ്ശേരി വ്യാപാരി വ്യവസായ സമിതി ആദരിച്ചു. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും പോസിറ്റീവായിട്ട് എടുക്കും. നമുക്കത് ചെയ്യണം എന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കൊക്കെ അറിയാം, തലശ്ശേരിയിൽ മീൻ വണ്ടി പിടിച്ചപ്പോൾ മീൻ വണ്ടിയിലെ ജീവനക്കാരും മാർക്കറ്റിലെ തൊഴിലാളികളും വല്ലാത്ത രീതിയിലാണ് സാറിനോട് പെരുമാറിയത്. സാറ് തലശ്ശേരിയുടെ നന്മ ഉദ്ദേശിച്ച് മാത്രമായിരുന്നു അന്ന് ആ മീൻ വണ്ടി തടയുകയും അവർക്ക് ചാർജ് ചെയ്യും. കാരണം വല്ലാത്ത രീതിയിലാണ് നമ്മൾ തലശ്ശേരി പട്ടണത്തിലൂടെ മീൻ വണ്ടി കടന്നു പോകുന്നത്. അതിനൊക്കെ ചാർജ് ചെയ്യുന്ന കാര്യത്തിലും അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന കാര്യത്തിലും നമ്മുടെ HI സാറ് നല്ല ഇടപെടലാണ് നടത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ആളുകളെ തലശ്ശേരിയിലെ വ്യാപാര സമൂഹം ആദരിക്കേണ്ടതല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ പരിപാടി ഇത്രയും പെട്ടെന്ന്. ചടങ്ങിൽ ടൗൺ മേഖലാ സെക്രട്ടറി ഇസ്മായിൽ ടി സ്വാഗതവും പ്രസിഡന്റ് ഇല്യാസ് ചാത്താടി അധ്യക്ഷതയും വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് KK സഹദേവൻ മൊമെന്റോ നൽകി ആദരിച്ചു. സാധാരണക്കാരുടെ ആളുകൾ നമുക്ക് തലശ്ശേരിയുടെ ഈ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ നമ്മൾ രണ്ട് നേതാക്കന്മാരുടെ പുതിയ സാറിനെ സംബന്ധിച്ചോളം എന്ത് പ്രശ്നം വന്നാലും ആ രണ്ട് നേതാക്കന്മാരും പ്രതികരിക്കുന്നതായി ഞാൻ പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഒരു വിളംബരമാണ് നമുക്കിപ്പോൾ അനിസാറും നമ്മുടെ രണ്ട് സുഹൃത്തുക്കളും കൂടി ചെയ്തിരിക്കുന്നത്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായും നേരത്തെ എല്ലാവരും പറഞ്ഞു തന്നെ ആവർത്തിക്കുകയാണ്. അനിസാർ വന്നത് മുതൽ എനിക്കറിയാം, ആ സമയം മുതൽ നാടിൻ്റെ എല്ലാ നന്മകളുടെ പ്രവർത്തനങ്ങൾക്കും മുന്നിട്ടുണ്ടാകും. അതെന്തായാലും ശരി, ഞങ്ങളൊരു വാട്സാപ്പ് തലശ്ശേരിയുടെ ഒരു ഇപ്പം പറയുന്നതൊന്ന് നോക്കും. മലബാർ 82-84 കാലഘട്ടത്തിൽ നമ്മൾ അമിതാഭ് കാന്ത് ഇവിടെ വന്നിട്ട് സബ് കളക്ടറായിരുന്നു. ആദ്യമായി പോസ്റ്റിംഗ് സബ് കളക്ടറേറ്റ് തലശ്ശേരിയിലായിരുന്നു. ഇന്നും അമിതാഭ് കാന്ത് ഫോറിനേഴ്സിൻ്റെ ഇത് എഫ്ഐആറിലാണ് ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ ഉടനെ ഈ പറഞ്ഞ മാതിരി തന്നെ എന്താ പറയുന്നത്, നമ്മുടെ ഫേസ്ബുക്കിലിടുന്നു, അത് വൈറലായിട്ട് പോകുന്നു. അതേമാതിരി തന്നെ ഇവിടെയുള്ള എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ആ വാർത്ത വളരെ പ്രാധാന്യത്തോടും കൂടെ കൊടുക്കുകയുണ്ട്. ഞാൻ ഇപ്പോൾ പറയുന്നത് ഞാനൊരു നിയോഗം മാത്രമാണ്. ഞാൻ എന്താ പറയുന്ന അണ്ണാറെ കണ്ണനും തന്നാലാവുന്നതെന്ന് വേണം തന്നെ പറയാം. അതുകൊണ്ട് ഞാൻ വളരെ ചെറിയൊരു സമയം മാത്രമേ തലശ്ശേരിയിൽ ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ എന്നെക്കാളും കൂടുതൽ 24 മണിക്കൂറും നിങ്ങൾ തലശ്ശേരിയിലെ വ്യാപാരികളാണ്. തലശ്ശേരിക്ക് വേണ്ടി ഏത് രംഗത്തായാലും, അത് ചാരിറ്റിയുടേതായാലും രക്തദാനത്തിലായി കഴിഞ്ഞാലും അല്ല ഇനി എന്തെങ്കിലും സ്പോൺസർഷിപ്പിലായി കഴിഞ്ഞാൽ ഈ തലശ്ശേരി നഗരസഭയ്ക്ക് എന്നും വന്നിട്ട് ബാക്ക് ബോണായിട്ട് പ്രവർത്തിക്കുന്ന ഇവിടുത്തെ വ്യാപാരി സമൂഹമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു കാര്യത്തിൽ ഉള്ളത് പറയാം. ഞാനും വിചാരിച്ചത് ആക്ച്വലി ഇയാൾ മദ്യപിച്ച് വീണതാണ്. ബസ് സ്റ്റാൻഡിലെ വ്യാപാരി. ഏരിയ സെക്രട്ടറി CPM നൗഫൽ, ജില്ലാ കമ്മിറ്റി അംഗം നജീമ ഹാഷിം,
കാത്താണ്ടി റഫീഖ് എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ അനിൽകുമാറിന്റെ കുടുംബാംഗങ്ങൾ പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ് KP മോഹനൻ നന്ദി രേഖപ്പെടുത്തി. നമ്മുടെ ചോദ്യവും എല്ലാം തന്നെ നന്ദി. ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫെസ്റ്റ്. ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ, എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ, എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ, എല്ലാ വെഡ്ഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനിറയെ സമ്മാനങ്ങളും, കൂടാതെ കലക്കൻ ക്യാഷ് ബാക്ക് ഓഫർ. വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു. ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇമ്മാനുവൽ സിൽക്സ്, നിയർ സിറ്റി സെന്റർ, മെയിൻ റോഡ്, ഇരിട്ടി. Also at Kanyangad, Payyannur, Kannur and Mele Pattambi.